ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ച് ഒളികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം തിരിച്ചടികളുടെ ദിവസങ്ങളായിരുന്നു. അവരിങ്ങനെ പ്രാർത്ഥിച്ച് ദിവസങ്ങളും മാസങ്ങളും തള്ളി നീക്കുകയാണ്. അപ്പോൾ ഇന്നും വളരെ ആശ്വാസത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവരുടെ 3 ലക്ഷം വാങ്ങുന്ന വക്കീൽ വന്ന് കോരം വാദിച്ച് പോയതാണ്. 1.5 മണിക്കൂർ നിർത്താതെ വാദിച്ചു, വെള്ളം കുടിക്കാതെ വാദിച്ചു എന്നൊക്കെയാണ് ഇവർ തള്ളിമറിക്കുന്നത്. അപ്പോൾ ഇവന്മാർ പറയുന്നതിൽ നിന്ന് ഒരു ശതമാനം പോലും സത്യം ഉണ്ടാവില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ഇന്ന് കോടതി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ കക്ഷി ചേർക്കാനുള്ള ആ ഒരു ചെറിയ പിഴവ് മനസ്സിലാക്കിക്കൊണ്ട് കക്ഷി ചേർക്കാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു അനുവാദം കൊടുക്കാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കമ്പനി തന്നെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. 2 കാരണങ്ങൾ കൊണ്ടാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മൂന്നാമത്തെ കക്ഷിയാണെങ്കിൽ അനുവദിക്കാറില്ലായിരുന്നു. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം അനുവദിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കമ്പനി തന്നെയാണ്. അത് ഇവന്മാർ തട്ടിവിടുന്നത് പോലെ കമ്പനിയെ കക്ഷി ചേർത്തില്ലെങ്കിൽ ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ആകുന്ന സമയത്ത് ശ്രീനിയുടെയും പ്രതാപൻ്റെയും അക്കൗണ്ടുകൾ മാത്രമാണ് അൺഫ്രീസ് ആവുക. അപ്പോൾ കമ്പനിയുടെ അക്കൗണ്ട് അവിടെ ഫ്രീസായി അവിടെ കിടക്കും. അതുകൊണ്ട് കമ്പനിയും കൂടി കക്ഷി ചേർത്താൽ മാത്രമേ എല്ലാം മൊത്തം ടോട്ടല് അൺഫ്രീസ് ആവുകയുള്ളൂ എന്നുള്ള മണ്ടത്തരം ഇവർ പുതുതായിട്ട് ഇത് ഫ്രീസ് ആക്കാൻ പോകുന്നു, ഇത് അപകടം വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, പെർമനന്റ് ഫ്രീസ് ആകാൻ വരുന്നപ്പോൾ പുതുതായിട്ട് ഈ ഹൈറിച്ചിൽ പണം നഷ്ടപ്പെട്ട ആൾക്കാരെ പ്രാർത്ഥിച്ച് ദിവസങ്ങൾ എന്തെങ്കിലും അപ്ഡേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കി കുത്തിരിക്കുന്ന മന്ദബുദ്ധികളായ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇവന്മാരുണ്ടാക്കിയതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കോടതി ആ നിലപാടിലേക്ക്, ഇവരുടെ എപ്പോഴും ഇവർക്ക് കിട്ടുന്ന ടെക്നിക്കാലിറ്റി ഇതിലെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് കമ്പനിയെ എതിർകക്ഷിയാക്കാൻ തീരുമാനിച്ചത് എന്നുള്ള 2 പ്രധാന കാരണമാണ്. ഒന്നാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ ഇവർ ഒരു ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തത് പ്രതാപൻ്റെയോ ശ്രീനയുടെയോ പേരിലല്ല, അത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയാണ് അതിനെ ഒബ്ജക്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ പ്രതാപൻ്റെയും ശ്രീനയുടെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി പെർമനന്റ് അറ്റാച്ച്മെന്റിലേക്ക് പോകണോ എന്നുള്ളതിനെ എതിർത്തിരുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ആയിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഇവർക്ക് ഇങ്ങനെയല്ലല്ലോ, ഇവര് സെപ്പറേറ്റ് കേസ് കൊടുക്കുന്നതിലാണ്. ഇവർ മറ്റുള്ളവരുടെ കേസിലല്ല, ഇവരുടെ സെപ്പറേറ്റ് കേസ്. ഇത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയാണ് കോമ്പറ്റന്റ് അതോറിറ്റിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അത് പ്രതാപനോ ശ്രീനിയോ അല്ല, കോമ്പറ്റന്റ് അതോറിറ്റിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയാണ്. അപ്പോൾ ഇവിടെ ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇവര് പ്രതിസ്ഥാനത്ത് വരിക തന്നെ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ശ്രീനെയും പ്രതാപനെയും കൂടാതെ മൂന്നാമത്തെ കക്ഷിയായി, എതിർ കക്ഷിയായി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ എടുക്കാനുള്ള കാരണം. ഈ ഒരു ചെറിയൊരു കാര്യത്തെ ഇവർക്ക് ധൈര്യമില്ലാഞ്ഞിട്ട് ഇതിനെ എതിർക്കാൻ നാണമില്ല എന്നാണ് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് 1.5 മണിക്കൂർ നിർത്താതെ വാദിച്ചു, വെള്ളം കുടിക്കാതെ വാദിച്ചു, ഉത്തരം മുട്ടിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരെപ്പോഴും ഇങ്ങനെയാണ്. ഇവർ തന്നെ കേസ് കൊടുക്കും, ഇവർക്കെതിരെ ഒരു ഇടക്കാല ഉത്തരവുകൾ ഇറക്കും, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാലോ, ഈ കമ്പനിക്കെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഉത്തരവുണ്ടായിരിക്കുന്നത് ഇവർ കൊടുത്ത കേസിലാണ്. ബിച്ചു കുര്യൻ സാറിൻ്റെ 19/6/2024 ഇവർ വത്സൻ സാർ കൊടുത്ത 1070/2023 എന്നുള്ള FIR റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുത്ത കേസിലാണ് പരാതി ഉണ്ടെങ്കിൽ പോലീസ് കേസെടുക്കണം, ഇവരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, CBI വരുന്നവരെ ഇവരെ അങ്ങനെ വിലസാൻ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പരാതി ഉണ്ടെങ്കിൽ പോലീസ്
കേസ് എടുക്കണമെന്നുള്ള ഇടക്കാല ഉത്തരവുകൾ ഇറക്കിയത്. അപ്പോൾ ആ ഉത്തരവ് കാണിച്ചാണ് ഒരുപാട് ആൾക്കാർ FIR ഇട്ടത് എന്നുള്ളത് ചരിത്രം. അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്, സത്യസന്ധമായ അപ്ഡേറ്റ്സ്. ഈ ഒരു അപ്ഡേറ്റ്സ് ഇവരുടെ ഗ്രൂപ്പിൽ മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പിൽ ഇടാതെ അങ്ങനെ വിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അഡ്മിൻ അല്ലാത്ത 1-2 ആൾക്കാർ ഇതങ്ങ് കൊണ്ടിട്ട് എന്തായാലും അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അഡ്മിൻ അല്ലാത്ത ഇപ്പോൾ അഭിലാഷ് അഡ്മിനാണ്. അഭിലാഷ് അറിയുന്നതിന് മുമ്പേ ഇത്തരം അപ്ഡേറ്റ്സുകൾ നാട്ടുകാർ അറിയുന്നു എന്നുള്ളത് വളരെ നാണക്കേട് ഉളവാക്കുന്നതാണ് അഡ്മിൻ അഭിലാഷ്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ജാമ്യത്തിൻ്റെ കേസാണ്. ജാമ്യത്തിൻ്റെ കേസ് അടുത്ത വീഡിയോയിൽ. ബൈ.